ഒരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഗാർഡനിൽ എന്നും പൂക്കൾ വേണമെന്ന് വെച്ചാൽ അതിനുമുണ്ട് കഷ്ടപ്പാട്. എന്നും പൂവിട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സിന് ഒരു സമയമാകുമ്പം അവർ പൂവിടാതെ അവരും പ്രായമാകും, അതിൻ്റെ ആയുസ്സും തീരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം അവരെല്ലാം നല്ലപോലെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് അവരുടെയൊക്കെ ആയുസ് തീർന്നു എന്ന് വേണം പറയേണ്ടത്. ഇപ്പോൾ ഈ നശിച്ചുപോയ പ്ലാന്റ്സിന് പകരം ഇവിടെ പുതിയ പ്ലാന്റ്സ് സെറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇതുപോലെ ഇപ്പം പുതിയ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിടുവാണ്. ഈ പ്ലാന്റ്സ് എല്ലാം ആദ്യം നട്ടിട്ട് അതിൻ്റെ മണ്ട നുള്ളി വേറെ പിടിപ്പിക്കാനാക്കി വെച്ചിട്ടുണ്ട്. ഇത് നശിച്ചു പോകുമ്പം അടുത്ത പ്ലാന്റ് നമുക്ക് സെറ്റായിട്ട് കിട്ടണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് ബുഷായിട്ടൊന്ന് കിട്ടുകയും ചെയ്യും. ഹാങ് ചെയ്തിടുമ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് കിടക്കുകയും ചെയ്യും. ഇനി ഈ പ്ലാന്റ്സ് എല്ലാം നശിച്ച് പോകുമ്പോഴും അടുത്ത പ്ലാന്റ്സ് അതിന് മുന്നേ നമ്മൾ റെഡിയാക്കി വെക്കണം. എങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഇതുപോലെ നമ്മുടെ ഗാർഡനിൽ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഗാർഡനിൽ പുതിയ പ്ലാന്റ്സ് എല്ലാം ഹാങ് ചെയ്തിട്ടു. ഇനി ഇതൊന്ന് ഹാങ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് കൊണ്ട് നിറയും. ഇതുപോലെ ഇപ്പം ഇട്ട പ്ലാന്റ്സൊക്കെ നശിച്ചു പോകുമ്പം അടുത്തത് ഹാങ് ചെയ്യാനായിട്ട് അടുത്ത പ്ലാന്റ്സ് ഇതുപോലെ സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്.